പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ ഗുരുതര ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന് പരാതി. പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ വലത് കൈയാണ് മുറിച്ചു മാറ്റിയത്. കളിക്കുന്നതിനിടെ വീണ കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റിരുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട് വിട്ടയച്ചെങ്കിലും വേദന കൂടിയതോടെ വീണ്ടും ചികിത്സ തേടി. കൈ ഒടിഞ്ഞാൽ വേദന ഉണ്ടാകും എന്നായിരുന്നു ഡോക്ടർമാരുടെ മറുപടി. പിന്നീട് സ്ഥിതി വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി വിനോദിനിയുടെ കുടുംബം രംഗത്തെത്തി. ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് പിറ്റേ ദിവസം ഞങ്ങൾ നോക്കുമ്പോഴാണ്, പിറ്റേ ദിവസം 5 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കയ്യിലൊക്കെ ഇവിടെയൊക്കെ അങ്ങനെ പൊള്ളം. ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെ മാവ് കെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കൈ നോക്കുമ്പോൾ കൈയൊക്കെ അങ്ങനെ കറുപ്പ് കളറായി, ബ്ലഡ് അങ്ങനെ ഇതായി, എന്തായി പറഞ്ഞ കട്ടിയായി. പിന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി. കുട്ടി എണിക്കാൻ പറ്റില്ല, കുട്ടി കുഴഞ്ഞു വീണു, എണിക്കണമില്ല, ഒന്നും ചെയ്യില്ല. കുറേ ഡോക്ടർമാരൊക്കെ ഓടി വന്ന് നോക്കി. പക്ഷെ അവർ പറഞ്ഞു ഇവിടെ ശരിയാവില്ല, നിങ്ങൾ വേറെ നല്ല ഹോസ്പിറ്റലിലേക്ക് പോകുകയും പറഞ്ഞു, പ്രൈവറ്റിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പം അവിടെ ചോദിച്ചപ്പോൾ 1.5 ലക്ഷം രൂപ വേണം പറഞ്ഞു. കൂട്ടുകാർ പറഞ്ഞു കുട്ടിൻ്റെ കയ്യിലേക്ക് വല്ലാത്തൊരു മുറിയുണ്ടായിരുന്നോ ചോദിച്ചു. മുറിയില്ല, ഇത് വീണ ശേഷമാണ് മുറിവ് വന്നത്. അങ്ങനെ അപ്പോൾ എല്ല് കുത്തിയതാണോ നിലം കുത്തിയതാണോ കല്ല് കുത്തിയതാണോ എന്നൊന്നും അവർ നോക്കിയിട്ടില്ല. അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് തന്നു വെച്ചു. വേദന സഹിക്കാൻ വയ്യാണ്ടായുള്ളപ്പോൾ കുട്ടിക്ക് ഒരേ കരച്ചിലായിരുന്നു. ഇപ്പോൾ ദാ കയ്യും മുറിച്ചിട്ട് കോഴിക്കോട് ആശുപത്രിയിൽ കഴിയണു. എൻ്റെ മകൾ ഐസിയുവിൽ കഴിയണു. എന്താ ചെയ്യണത് നിങ്ങൾ? അനൽക സെയ്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൽക, ഏറെ ദുരിതപൂർണമായ കാര്യങ്ങൾ തന്നെയാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില ഏതു രീതിയിലാണ്? അതുപോലെ തന്നെ ആശുപത്രി അധികൃതരുടെ നിലവിലെ വാദം എന്താണ് ഇക്കാര്യത്തിൽ? സ്വാതി, ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നത്. അതായത് പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ഇത്തരത്തിലൊരു ഗുരുതര ചികിത്സാ പിഴവ് ആരോപണമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പാലക്കാട് സ്വദേശിയായിട്ടുള്ള പല്ലശ്ശന സ്വദേശിയായിട്ടുള്ള വിനോദിന്റെ വലതു കൈയാണ് ഇത്തരത്തിൽ മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഈ വിനോദിനെ കഴിഞ്ഞ മാസം 24-നാണ് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ വീണ് പരിക്കേൽക്കുന്നത്. അന്ന് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അന്ന് തന്നെ എക്സ്റേ എടുത്ത് പ്ലാസ്റ്റർ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചയച്ചു. പിന്നീട് വേദന വീണ്ടും വന്നതിനെ തുടർന്ന് വീണ്ടും 25-ന് വിനോദിനി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തിരിച്ചെത്തി. എന്നാൽ കൈയൊടിഞ്ഞാൽ വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചയക്കുകയാണ്. അതായത് കൃത്യമായ ചികിത്സ നൽകാതെ വീണ്ടും വിനോദിനിയെ തിരിച്ചയക്കുകയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ തരികയും ചെയ്തിട്ടുള്ളത്. പിന്നീട് 30-ന് വീണ്ടും ജില്ലാ ആശുപത്രിയിലെത്തിയ വിനോദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയ്ക്കകത്ത് അല്ലെങ്കിൽ കൈ മുറിച്ചു മാറ്റുന്ന വലകൈ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുട്ടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ ഘട്ടത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കുട്ടിക്ക് ചികിത്സ ഉറപ്പാക്കിയില്ല എന്ന കാര്യമാണ് മാതാപിതാക്കളൊക്കെ തന്നെ പറയുന്നത്. ഇതിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഇതുവരെ എന്നിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഗുരുതര ചികിത്സാ പിഴവ് ആരോപണമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുള്ളത്. ആ ഘട്ടത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാൻ, അതായത് ഈ മാതാപിതാക്കളുടെ അടുത്ത് ഇവിടെ അതിനുള്ള ചികിത്സയില്ലെന്ന് കുട്ടിയെ കൊണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തെന്നും അത്തരം ശ്രമം ഉണ്ടായെന്നും മാതാപിതാക്കൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ശരി അനൽക.